നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ ചേരുന്നത് സീനിയർ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അജീഷ് ടി ആണ്. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഡോക്ടറെ, നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വളരെ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് തെറ്റായ ലൈഫ് സ്റ്റൈൽ കൊണ്ട് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഒബ്സർവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഒരു പോസ്റ്റ് കോവിഡ് എറ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് പറയുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. അതായത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂവർ ജനറേഷൻ നോക്കുകയാണെങ്കിൽ, യൂത്ത് നോക്കുകയാണെങ്കിലും കൂടുതൽ അവർ ഓഫീസിൽ തന്നെ ഇരുന്ന ജോലികളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ്റെ ഒരു ഡിമാൻഡ് അനുസരിച്ച് ആൾക്കാർക്ക് സ്ട്രെസ്സ് ഒരു ഫാക്ടറാണ്. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ലാക്ക് ഓഫ് സ്ലീപ്പ്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഈ ഫിസിക്കൽ ഇനാക്ടിവിറ്റി കൊണ്ടും പിന്നെ ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കാത്തത് കൊണ്ടും സ്ലീപ്പ് എല്ലാം പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ച് പറയാം. ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേഗ് ടേം ആണ്. കാരണം നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു അറൗണ്ട് 50 ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം, അതായത് ബോഡിയുടെ ദൈനംദിന പ്രവർത്തികൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ് ഈ കെമിക്കൽ മെസ്സേജസ് ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഇപ്പോൾ ഫിസിക്കൽ യൂഷ്വൽ ഒരു ആക്ടിവിറ്റി വെച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ തൈറോയ്ഡ് ഹോർമോണാണ്. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴും അളവ് കുറയുമ്പോഴും നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ പോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ. അപ്പോൾ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്നാണ് നമ്മൾ വേഗമായിട്ട് പറയുന്നതിന്. ഇപ്പോൾ സ്ട്രെസ് ഹോർമോൺ നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഈ വർക്ക് പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്കും നമുക്കിപ്പോൾ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ബാക്കിയുള്ള ഫംഗ്ഷൻ നോക്കണം, റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത്, അതേപോലെ നമ്മുടെ ഇതുപോലെ തന്നെ ഒരു സ്ട്രെസ് റെസ്പോൺസ് പോലെ തന്നെ നമ്മുടെ ഒരു ഫ്രൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഹോർമോൺസ് തന്നെയാണ്. അതേപോലെ നമ്മുടെ ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസുലിൻ, അതേപോലെ കാൽഷ്യം ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ എല്ലാം ഈ ഹോർമോണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ഒരു ഊർജ്ജം പകരുന്ന ഹോർമോണും അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ഹോർമോണും നമ്മുടെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഈ ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ നമ്മുടെ ബോഡീസിൽ വരുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ തൈറോയിഡ് രോഗങ്ങൾ സ്ത്രീകളിലാണല്ലോ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നു എന്ന് പറഞ്ഞെങ്കിലും തൈറോയിഡ് ആക്ച്വലി ഏത് പ്രായത്തിലും ഏത് ലിംഗത്തിലും കണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ പ്രായം പറയുകയാണെങ്കിൽ നമ്മളൊരു ജന്മന മുതൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരു കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഒരു ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വരാവുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഏത് പ്രായത്തിലും വരാം, ആണുങ്ങൾക്കും വരാം. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് കൂടുതൽ കണ്ടുവരുന്നുണ്ടെങ്കിലും ആണുങ്ങളിലും ഈ തൈറോയ്ഡ് സംബന്ധ രോഗങ്ങൾ കണ്ടുവരാം. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ യൂഷ്വലി നമുക്ക് ഒരു ഹോർമോണൽ ചേഞ്ചസ് കൂടുതൽ കാണുന്ന സ്ത്രീകളിലാണ്. കാരണം സ്ത്രീകൾ പല ഫേസസിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ പ്യൂബേർട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു മെൻസ്ട്രൽ ഫേസ് വരുന്നു, അതിനുശേഷം പ്രഗ്നൻസി വരുന്നു, പിന്നെ മെനോപോസ് വരുന്നു, പിന്നെ പോസ്റ്റ് മെനോപോസ്, അങ്ങനെ പല ഫേസസിലൂടെ കടന്നു വരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അതായത് ശരീരത്തിന് നമ്മുടെ ഒരു ബോഡിയുടെ ഓർഗൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതെല്ലാം സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയ ഇപ്പോൾ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ ഗ്രേവ്സ് ഡിസീസ്, ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതെല്ലാം അതുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ തൈറോയ്ഡ് നൊഡ്യൂൾസ്, നമ്മൾ തൈറോയിഡിൽ കാണുന്ന ചെറിയ ചെറിയ തടിപ്പുകൾ. അപ്പോൾ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നു എന്നുണ്ടെങ്കിലും ആണുങ്ങളിലും ഇതേപോലെ തന്നെ രോഗങ്ങളുണ്ട്. അളവ് ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിലും. തൈറോയിഡ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ കോമൺലി കാണുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ആക്ച്വലി ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സിംറ്റംസ് കാണണമെന്നില്ല. പലപ്പോഴും പല ആളുകളും ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആകുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് പലപ്പോഴും തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് TSH. അപ്പോൾ TSH ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വ്യതിയാനം വരുന്നു. അപ്പോൾ നോർമൽ നമ്മൾ റേഞ്ച് 0.4 to 4 പറയുകയാണെങ്കിൽ 4ൻ്റെ മുകളിൽ വരുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് 0.4ൻ്റെ താഴെ പോകുന്നു. അങ്ങനെയാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ലക്ഷണങ്ങൾ എപ്പോഴും കണ്ടുവരണമെന്നില്ല. എങ്കിലും നമ്മളിപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുന്നത് സിംറ്റംസ് പറയുന്നത് നമുക്ക് രണ്ട് രീതി ഞാൻ നേരത്തെ പറഞ്ഞു. ഹോർമോണുകൾ എപ്പോഴും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം, ഒന്നെങ്കിൽ കുറയാം അല്ലെങ്കിൽ കൂടാം. ഇപ്പോൾ കുറയുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നു, കൂടുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു. ഇപ്പോൾ കുറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയ്ഡ് നമ്മുടെ ബേസിൽ മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ്. അപ്പോൾ കുറയുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി പൊതുവേ കുറയും. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷീണം വരാം, തളർച്ച വരാം,
പിന്നെ ബോഡിയുടെ മെറ്റബോളിസം കുറയുന്നതുകൊണ്ട് ചില ആളുകൾക്ക് വെയിറ്റ് ഗെയിൻ വരാം. പിന്നെ നമുക്ക് ചില സിംറ്റംസ്, അതായത് നമുക്ക് ഹെയർ ലോസ്, മുടി ഒഴിച്ചിൽ വരാം, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം. സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതായത് നമുക്ക് ആ സമയത്ത് ഇപ്പോൾ പീരിയഡ്സിൻ്റെ ഫ്ലോ കൂടി വരിക, അതുപോലത്തെ സിംറ്റംസ് വരാം. അപ്പോൾ അതേ സമയത്ത് ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ തിരിച്ചായിരിക്കും വരുന്നത്, അതായത് ബോഡിയുടെ ആക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് ക്ഷീണം വരാം, കാരണം ആക്ടിവിറ്റി കൂടിയാലും നമുക്ക് ക്ഷീണം വരാം. ചിലപ്പോൾ നേരത്തെ ഞാൻ വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ വെയിറ്റ് ലോസ്, വെയിറ്റ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ബോഡിയുടെ റേറ്റ്, ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ നെഞ്ചിരിപ്പ് കൂടാം, ശരീരം വിറയൽ വരാം. പിന്നെ ചില ആളുകൾക്ക് വളരെ അപൂർവമായിട്ട് കണ്ണിലും അതിലൊക്കെ ചേഞ്ചസ് കാണാവുന്നതാണ്, കണ്ണ് തള്ളി വരുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും കണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസത്തിലും ഈ വെയിറ്റ് ഗെയിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കാലിൽ നീര് കെട്ടി വരികയും അങ്ങനത്തെ അവസ്ഥയൊക്കെ കാണാവുന്നതാണ്. തൈറോയിഡിനുള്ള മെഡിസിൻ എടുക്കുന്നവർ ലൈഫ് ലോങ് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണോ? അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏത് കണ്ടീഷൻ ആണെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കും ഇപ്പോൾ അഞ്ചു ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു 90 മുതൽ 95% ആൾക്കാർക്കും ലൈഫ് ലോങ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ ഇപ്പം ഞാൻ മോസ്റ്റ് കോമൺ കോസ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ അറിയപ്പെടുന്നത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ്. അപ്പോൾ തൈറോയിഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്ലഡിൽ ആൻറ്റിബോഡീസ് എപ്പോഴും അവിടെ തന്നെ കാണും, അത് ലൈഫ് ലോങ് ഉള്ളതാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ കുറവായതുകൊണ്ട്, അപ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു അവസ്ഥയാണ്, അസുഖം എന്നതിനേക്കാളും ഉള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഹോർമോൺ എപ്പോഴും കുറഞ്ഞിരിക്കുകയാണ്, അതായത് തൈറോയിഡ് ഗ്രന്ഥി കറക്റ്റായി പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ ഒരു 200 മൈക്രോഗ്രാം തൈറോക്സിൻ വേണ്ട ഒരാൾക്ക് ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി 150 ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു 50ൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കുറവ് നികത്താൻ വേണ്ടി നമുക്ക് 50 മൈക്രോഗ്രാം തൈറോക്സിൻ അവിടെ കഴിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളമാണോ കുറവ് വരുന്നത് അത്രത്തോളം നമ്മൾ അതിൻ്റെ ഗുളിക കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കുറവ് എപ്പോഴും കാണും. പിന്നെ അത് മാത്രമല്ല, ഇതൊരു പ്രോഗ്രസീവ് ഡിസ്ഫങ്ഷൻ ആണ്. ഇപ്പോൾ 150 ഉണ്ടാക്കുന്ന തൈറോയിഡ് ഗ്രന്ഥി ആ ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 100 ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് 50 കഴിക്കേണ്ട ഒരാൾക്ക് ചിലപ്പോൾ 100 കഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക്കലി തൈറോയിഡ് ഫംഗ്ഷൻ മോണിറ്റർ ചെയ്യാൻ പറയുന്നത്. കാരണം ഇത് നമുക്ക് ദൈനംദിന പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള ഊർജ്ജം പകരുന്ന ഹോർമോൺ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഒരു കുറവ് നികത്തിയില്ലെങ്കിൽ ക്ഷീണം, തളർച്ചയൊക്കെ കൂടുതൽ വരാം, സിംറ്റംസ് കൂടുതലായി കാണപ്പെടും. അതുകൊണ്ട് ഒരു 90 മുതൽ 95% കേസസിലും ഇത് ലൈഫ് ലോങ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ വളരെ അപൂർവമായിട്ട്, അതായത് ഒരു 5 മുതൽ 10% വരെ കേസസിൽ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് ടെമ്പററി ആയിട്ട് തൈറോയിഡിന് വരുന്നൊരു ഇൻഫ്ലമേഷൻ. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ആ ഒരു ഫേസ് കഴിയുന്നത് വരെ വേണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എടുത്തിട്ട് ചിലപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോൾ ഗുളിക നിർത്താൻ സാധിക്കുന്നതാണ്. ഈ തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ഡ്യൂറേഷൻ എത്രയാണ്? തൈറോയ്ഡ് ടെസ്റ്റുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത്, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ TSHും പിന്നെ തൈറോയ്ഡ് ഹോർമോണായ ഫ്രീ T4 ആണ് കൂടുതലായി ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മളൊരു ഹോർമോണിൻ്റെ ഒരു ഹാഫ് ലൈഫ് വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം ഡ്യൂറേഷൻ നമ്മൾ ഗ്യാപ്പ് മോണിറ്ററിങ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഹാഫ് ലൈഫ് നമ്മൾ പറയുമ്പോൾ ഒരു 6 വീക്സ് ഗ്യാപ്പിൽ, അതായത് നമുക്ക് ഒരു അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 7 days ആണ്. അപ്പോൾ നമ്മൾ 5 ഹാഫ് ലൈഫ് എങ്കിലും വേണം ഒരു ഹോർമോൺ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 4 to 6 വീക്സ് ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത് നോക്കണം. പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മോണിറ്ററിങ് കാലാവധി കൂട്ടാം. അപ്പോൾ ആദ്യത്തെ ഒരു ഡോസ് കാൽക്കുലേഷൻ ഫേസിലോ ഇനീസിയേഷൻ ഫേസിലാണ് നമുക്ക് ഒരു ഫ്രീക്വൻറ്റ് മോണിറ്ററിങ് വേണ്ടി വരുന്നത്. അതിനുശേഷം വൺസ് സ്റ്റേബിളായിട്ട് പോകാൻ TSH നമ്മൾ 3 to 6 months ഗ്യാപ്പിൽ ചെയ്താലും മതിയാകും. തൈറോയ്ഡ് സർജറികൾ ഏത് സമയത്താണ് ചെയ്യുന്നത്? തൈറോയിഡ് സർജറികൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തൈറോയിഡിൻ്റെ ഏത് രോഗാവസ്ഥ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹൈപ്പോ തൈറോയിഡിസത്തിന് നമുക്കൊരു തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയായതുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് മാത്രം മതി. പക്ഷേ ചില കേസസിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഗുളികകളാണ് പറയുന്നത്. അതുകൂടാതെ റേഡിയോ അയഡിൻ തെറാപ്പിയും പറയുന്നുണ്ട്. ഇത് 2 ഫേസിലും കൺട്രോൾ ആകാത്ത ആൾക്കാർക്ക് അപൂർവമായി സർജറി ചെയ്യുന്നു. എങ്കിലും നമ്മൾ പ്രധാനമായി പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗോയിറ്റർ, അതായത് തൈറോയിഡിൽ വരുന്ന സ്വെല്ലിങ്ങിനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോയിറ്ററിൽ തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല ഹ്യൂജ് ഗോയിറ്റർ, നല്ല മാസീവായിട്ടുള്ള ഗോയിറ്റർ, നല്ല വലുപ്പമുള്ള ഗോയിറ്റർ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഏത് തടിപ്പ് വന്നാലും അതിൻ്റെ അകത്ത് ആ തടിപ്പ് അടുത്തുള്ള സ്ട്രക്ചേഴ്സിൽ അതിൻ്റെ അകത്ത് പ്രഷർ ഉണ്ടാക്കും. അപ്പോൾ പ്രഷർ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് നല്ലൊരു കഴുത്തിൽ ഒരു മുഴ വരികയാണ്, എന്ത് സംഭവിക്കാം? ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് വരാം, നല്ല രീതിയിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് വരിക, ചിലപ്പോൾ ശ്വാസമുട്ടൽ വരാം. കാരണം ഇത് ട്രക്കിയുടെ മുമ്പിലിരിക്കുന്ന ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് നമ്മുടെ മെയിൻ എയർവേ അതിൽ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസമുട്ടൽ വരാം. പിന്നെ ചിലപ്പോൾ ഈ ഗ്രന്ഥി തന്നെ താഴോട്ട് വ്യാപിച്ച് നല്ല നീളത്തിൽ താഴോട്ട് പോകേണ്ട റെട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ, സ്റ്റേണത്തിൻ്റെ ബാക്കിലോട്ട് നെഞ്ചും കൂടിന് അകത്തേക്ക് വ്യാപിക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സർജറിക്ക് സാധാരണ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ നൊഡ്യൂൾസ് ചിലപ്പോൾ ഈ ഗ്രന്ഥി മൊത്തത്തിലൊരു വീക്കം കാണത്തില്ല. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ചിലപ്പോൾ തടിപ്പുകൾ മാത്രമേ കാണത്തുള്ളൂ. എല്ലാ തൈറോയ്ഡ് നൊഡ്യൂൾസും നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ ഒരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ റിസ്ക് നോക്കും. അതായത് നമുക്കറിയാം ഏത് തടിപ്പുണ്ടെങ്കിലും മനുഷ്യർക്കുള്ളൊരു ആദ്യത്തെ കൺസേൺ അതൊരു ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ബെനൈൻ നൊഡ്യൂളാണോ മാലിഗ്നൻ നൊഡ്യൂളാണോ എന്നുള്ളത്.
ഇപ്പോൾ ബെനൈൻ നൊഡ്യൂൾ ആണെങ്കിൽ നമുക്ക് സർജറിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് റിസ്ക് സ്ട്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ ആദ്യമേ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നു. അത് വെച്ച് നമുക്കൊരു റിസ്ക് കിട്ടും, ഹൈ റിസ്ക് ലോ റിസ്ക് എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത തടിപ്പുകളാണെങ്കിൽ നമുക്കൊരു സൈസ് ക്രൈറ്റീരിയ ഉണ്ട്. ആ സൈസും ആ ഗ്രേഡും വെച്ച് അൾട്രാസൗണ്ടിലെ സ്കോറിങ്ങും വെച്ചിട്ട് നമ്മൾ അതിന് FNA, അതായത് കുത്തിയെടുത്ത് പരിശോധന ചെയ്ത് നോക്കും. ഇപ്പോൾ കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോൾ അതിലും ഒരു കുറേ ഗ്രേഡുകളുണ്ട്. അതിൽ തന്നെ മാലിഗ്നൻസി റിസ്ക് കൂടുതലുള്ള തടിപ്പുകൾ നമ്മൾ സർജറി ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ കാരണം ഈ ഒരു തൈറോയ്ഡ് കാർസിനോമ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള ക്യാൻസേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ടോട്ടൽ തൈറോയ്ഡക്ടമി കൊണ്ട് തന്നെ 90% ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകും. പിന്നെ ബാക്കിയുള്ള ക്യാൻസേഴ്സ് പോലെ കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ഒന്നും വേണ്ടി വരുന്നില്ല. ചിലപ്പോൾ ഒരു കംപ്ലീഷന് വേണ്ടി ഒരു റേഡിയോ അയോഡിൻ അബ്ലേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 99% ട്രീറ്റ്മെൻറ്റ് അതോടെ തീരുന്നതാണ്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഡയബറ്റീസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരിലും ഡയബറ്റീസ് അത്യാവശ്യം നന്നായിട്ട് കൂടി വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറുപ്പക്കാരിലും ഡയബറ്റീസ് കൂടുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ അഞ്ച് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ഈ നമ്മളെപ്പോഴും പറയുന്നത് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ഈ പറഞ്ഞ പോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫുഡിൻ്റെ വരുന്ന ഒരു പ്രോപ്പറായിട്ടൊരു ഫുഡ് നോക്കുന്നില്ല, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാത്ത ആൾക്കാർ, അതായത് കൂടുതലായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, പിന്നെ അതേപോലെ തന്നെ എക്സസൈസ് കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റിയുടെ ഒപ്പം തന്നെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ സാധാരണ ഒരു 7 to 9 hours സ്ലീപ്പ് പറയുന്നുണ്ടെങ്കിൽ പലർക്കും ഒരു ക്വാളിറ്റി, ചിലർക്ക് അത്രയും കിടക്കുന്നുണ്ടെങ്കിൽ പോലെ ക്വാളിറ്റി സ്ലീപ്പ് പലർക്കും കിട്ടുന്നില്ല. അപ്പോൾ അതെല്ലാം ഫാക്ടേഴ്സ്, കാരണം സ്ട്രെസ്സ്, അതെല്ലാം ഒരു ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണും, ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനിലും അത് തന്നെ ആയിരിക്കണം പറയുക. അമിതമായ സ്ട്രെസ്സും ഒരു ഫിസിക്കൽ ഇനാക്ടിവിറ്റിയും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെ ആയിരിക്കും. കാരണം അപ്പോൾ ഡയബറ്റീസും അത് തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് കാണുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡയബറ്റീസിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിൽ പോലും ഒരു 40% ജെനറ്റിക്സിന് ഒരു വലിയ സ്ഥാനമുണ്ട്. അതായത് ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു കുടുംബത്തിൽ നമുക്ക് പറയുന്ന ഒരു 3 generations നമുക്ക് പറയാം. നമ്മുടെ പേരൻസിന്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്, പിന്നെ അവരുടെ പേരൻസിന്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും അവരുടെ സിബ്ലിങ്സിനും ഒക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളും അറ്റ് റിസ്ക് ആണ്. പിന്നെ നമ്മൾ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷനാണ്. ഇന്ത്യ ഒരു ഹൈ റിസ്ക് പോപ്പുലേഷനായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ചെറിയ ലൈഫ് സ്റ്റൈൽ ഒരു പാളിച്ച വന്നാൽ തന്നെ നമ്മളെല്ലാം ഈസിലി പ്രോൺ ടു ഡയബറ്റീസ് ആണ്.